نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو الحليم الحكيم. وتولى عنهم وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. 5 വയസ്സായ കുട്ടിയോട് ഉപ്പ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ ഉപ്പ സൂപ്പറാണ്, എൻ്റെ ഉപ്പയാണ് എൻ്റെ ഹീറോ, എൻ്റെ ഉപ്പയോടൊപ്പം ഞാൻ കളിക്കാറുണ്ട്, ഉപ്പയാണ് എന്നെ സൈക്ലിംഗ് പഠിപ്പിച്ചത്, നീന്തൽ പഠിപ്പിച്ചത്, ഉപ്പ വന്നാലേ ഞാൻ ഉണ്ണാറുള്ളൂ, ഉപ്പ താരാട്ടിയാലേ ഞാൻ ഉറങ്ങാറുള്ളൂ, ഉപ്പയാണ് എൻ്റെ ഹീറോ എന്ന്
പറയും. ആ കുട്ടിക്ക് 5 വയസ്സായാൽ ഇങ്ങനെ പറയുന്ന കുട്ടി 10 വയസ്സായാൽ എങ്ങനെയിരിക്കും ഉപ്പയെക്കുറിച്ച് പറയാം? ആ, ഉപ്പ കുഴപ്പമില്ല, ദേഷ്യം പിടിക്കും, കർക്കശക്കാരനാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നായിരിക്കും 10ാം വയസ്സിൽ കുട്ടി ഉപ്പയെക്കുറിച്ച് പറയാം. 15ാം വയസ്സിൽ ഉപ്പ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഉപ്പ പോരാ, ഉപ്പ ഒട്ടും അപ്ഡേറ്റ് അല്ല, ഉപ്പ ഔട്ട്ഡേറ്റഡ്. കണ്ടില്ലേ ഉപ്പാൻ്റെ കോലം? ഉപ്പാക്ക് മൊബൈലിലെ പുതിയ പുതിയ വേർഷൻസ് ഒന്നും അറിയില്ല. ഉപ്പാൻ്റെ ഡ്രസ് കോഡ് നോക്ക്, ഉപ്പ ഒട്ടും ഫാഷനബിൾ അല്ല, ഉപ്പാക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ല, ഉപ്പ പോരാ എന്നായിരിക്കും 15 വയസ്സിലെത്തിയ കൗമാരക്കാരൻ്റെ പ്രതികരണം. 20 വയസ്സിലെത്തിയാൽ ഉപ്പ എങ്ങനെയുണ്ട്? ഇതാണോ ഒരു ഉപ്പ? ഒന്നിനും കൊള്ളില്ല, വേസ്റ്റാണ്, ഞാനധികം മിണ്ടാറുന്നില്ല, വേറെ ഒരു കൺട്രി ഫെലോ എൻ്റെ ഉപ്പ. 30ാം വയസ്സിലേക്ക് എത്തുമ്പോൾ അവനും ഒരു ഉപ്പയായിട്ട് മാറി. അപ്പോൾ ഉപ്പയെക്കുറിച്ച് എന്താ പ്രതികരണം? ഉപ്പ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല ജീവിതം ലഭിക്കുമായിരുന്നു, കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസവും ചുറ്റുപാടും ഉണ്ടാകുമായിരുന്നു. എന്തിനാണ് ഉപ്പ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് എന്ന് ഉപ്പയെക്കുറിച്ച് അവൻ നിരൂപണം പറയാൻ തുടങ്ങും. 40ാം വയസ്സിലെത്തുമ്പോൾ അവനും ഒരു പ്രാരാബ്ധക്കാരനായിട്ട് മാറുമ്പോൾ അവൻ സ്വന്തം മക്കളോട് പറയും, എൻ്റെ ഉപ്പ ഇങ്ങനെയൊക്കെയാണ് എന്നെ വളർത്തിയത്, ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. 50ാം വയസ്സിലെത്തുമ്പോൾ ഉപ്പയെക്കുറിച്ച് അതേ മകൻ്റെ പ്രതികരണം എന്താണെന്നറിയോ? ഉപ്പയാണ് സൂപ്പർ, ഉപ്പയാണ് ഹീറോ. കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും വിശപ്പറിയാതെ ഞങ്ങളെ വളർത്തിയില്ലേ, ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് എന്ന്. കണ്ടോ? കാലം അവനെ വീണ്ടും 5ാം വയസ്സിലെ അറിവിലേക്ക് എത്തിക്കുകയാണ്. അഥവാ 5ാം വയസ്സിലെ തിരിച്ചറിവിലേക്ക് എത്താൻ അവന് 45 വർഷങ്ങൾ വേണ്ടി വന്നു എന്നതാണ്. ഉപ്പ തന്നെയാണ് ഹീറോ അല്ലേ? നമുക്ക് നമ്മോടും ചോദിക്കാം, ഉപ്പ എങ്ങനെയുണ്ട്? എന്താണ് നമ്മുടെ മനസ്സ് നൽകുന്ന മറുപടി? ജീവിതം കുറേ അനുഭവങ്ങളുടെ കാലചക്രമാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മിലൂടെയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. 5 വയസ്സിലെ കുട്ടി വാപ്പയും വല്യപ്പയുമാകുമ്പോൾ വീണ്ടും അതേ ജീവിത ശൈലിയിലേക്ക്, അതേ സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ചിരിക്കാനറിയാത്ത ആളാണ് എൻ്റെ ഉപ്പ, വല്ലാത്ത ഗൗരവക്കാരനാണ്, പരുക്കൻ പ്രകൃതമാണ്, പെട്ടെന്ന് ചൂടാവും എന്നൊക്കെയാണ് പലപ്പോഴും മക്കൾ വാപ്പാനെ കുറിച്ച് പറയും. അതുകൊണ്ട് വാപ്പയുമായിട്ട് അത്രയൊന്നും കമ്പനിയില്ല. കുറച്ചെങ്കിലും മനസ്സ് തുറക്കുന്നത് ഉമ്മയുമായിട്ടായിരിക്കും. ശരിക്കും വാപ്പയുണ്ടല്ലോ, വാപ്പ ഇളനീര് പോലെയാണ്, അല്ലെങ്കിൽ തേങ്ങ പോലെയാണെന്ന് പറയാം അല്ലേ? കാണാനത്ര മൊഞ്ചൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ചകിരി ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് ആ ഉറപ്പുള്ള ചിരട്ട ഒന്ന് തല്ലിപ്പൊളിച്ചാലില്ലേ, നല്ല നറുമധുരമുള്ള ഇളനീരായിരിക്കും വാപ്പ. പലപ്പോഴും മക്കള് വാപ്പയെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നവരാണ്. വാപ്പാൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ വാപ്പാൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും വാപ്പയെക്കുറിച്ച് പറയുമ്പോഴാണ്, ഓ എൻ്റെ വാപ്പ ഇങ്ങനെയൊക്കെ ആയിരുന്നോ, വല്ലാത്തൊരു നഷ്ടബോധം. അറിഞ്ഞിരുന്നെങ്കിൽ
ഒരിക്കലെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കായിരുന്നു, അല്ലേ? എത്ര അകലങ്ങളിലാണ് പലപ്പോഴും നമ്മളും വാപ്പയും കഴിഞ്ഞു പോയത്. ശരിക്കും വാപ്പയുടെ ആ ഗൗരവ പ്രകൃതം ഉണ്ടല്ലോ, അത് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മറയാണ്. എന്തിനാണ്? പ്രതിസന്ധികളെ അതിജീവിക്കാൻ. പരീക്ഷണങ്ങളിൽ ഈ വാപ്പ ഒരിക്കലും പതറിപ്പോകില്ല എന്ന് മക്കളെ പറഞ്ഞു പറ്റിക്കാൻ, അല്ലെങ്കിൽ എല്ലാവരും തളർന്നു പോകുമ്പോൾ എല്ലാവർക്കും താങ്ങായിട്ട് ഒരു വാപ്പയുണ്ടല്ലോ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവം എടുത്തണിഞ്ഞ ഒരു മുഖംമൂടി മാത്രമായിരുന്നു അത്. ശരിക്കും ആ വാപ്പയുണ്ടല്ലോ ഒരു ഒറ്റമരക്കാടാണ്, അല്ലേ? ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആ വീടിൻ്റെ എല്ലാം വാപ്പ ഒന്ന് വന്നോട്ടെ എന്ന് ഉമ്മ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ആ വാപ്പയിൽ പരിഹാരമുണ്ട് എന്നാണല്ലോ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയൊരു ഒറ്റമരക്കാടിൻ്റെ തണലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒന്ന് ചേർന്ന് നിൽക്കാൻ കഴിയാതെ പലപ്പോഴും കൈവിട്ടു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് കവി പാടുന്നുണ്ട്. ഉപ്പയെയാണ് എനിക്കിഷ്ടം. നമ്മളൊന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ആ തല എത്ര പേരുടെ മുമ്പിലാണ് കുനിഞ്ഞിട്ടുണ്ടാവുക, അല്ലേ? നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ, നമുക്കൊരു ജോലി കിട്ടാൻ, നമുക്കൊരു പെണ്ണിനെ കിട്ടാൻ, പല കാര്യങ്ങളിലും നമുക്ക് വേണ്ടിയിട്ട് ആ തല പലപ്പോഴും കുനിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ തല ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കാണുന്നൊരു വാപ്പയുടെ വീട്ടിൽ ഉമ്മ ബാക്കി വരുന്ന ചോറ് തെങ്ങിൻ ചുവട്ടിൽ കളയുമ്പോൾ പെട്ടെന്ന് ഗൗരവഭാവത്തോടെ ചോദിക്കുന്നൊരു വാപ്പയുണ്ട്, എല്ലാം ആവശ്യത്തിന് വെച്ചുണ്ടാക്കിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ കളയുന്നത് എന്ന് ചോദിക്കുന്നൊരു വാപ്പയുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോർ റൂമിൽ കയറിയിട്ട് ബോട്ടിലുകൾ, ഭക്ഷ്യസാധനങ്ങൾ എല്ലാം പരിശോധിച്ച്, അല്ലെങ്കിൽ കയ്യിൽ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വെച്ചു കൊടുക്കുമ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് ഇത്ര വേഗം എല്ലാം തീർന്നോ, കഴിഞ്ഞ ദിവസമല്ലേ വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു വാപ്പയുണ്ടാവും നമ്മുടെ വീട്ടിൽ. അനാവശ്യമായിട്ടൊരു ബൾബ് കത്തുമ്പോൾ മക്കൾ വെള്ളം ടാപ്പ് തുറന്ന് അനാവശ്യമായിട്ട് അത് നഷ്ടപ്പെടുത്തി കളയുമ്പോൾ പെട്ടെന്നത് തടഞ്ഞു നിർത്തുന്ന, അരുത് എന്ന് പറയുന്നൊരു വാപ്പയുണ്ടാവും നമ്മുടെ വീട്ടിൽ. അനാവശ്യമായിട്ട് സാധനങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്തിനായി ഇതൊക്കെ എന്ന് പെട്ടെന്ന് ചോദിച്ച് നമ്മെ ഭയപ്പെടുത്തുന്നൊരു വാപ്പയുണ്ടാവും വീട്ടിൽ. പഠനത്തിൽ ശ്രദ്ധ കുറയുമ്പോൾ അമിതമായി നമ്മൾ മൊബൈലിലേക്ക് വഴുതി വീഴുമ്പോൾ, രാത്രിയിൽ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥനാകുന്ന ഒരു വാപ്പയുടെ വീട്ടിൽ. നിങ്ങൾക്ക് തോന്നിപ്പോയോ ഈ വാപ്പ എൻ്റെ ശത്രുവാണെന്ന്? ഈ വാപ്പ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാണ് എന്നുള്ള തോന്നൽ മക്കളെ നിങ്ങളുടെ മനസ്സിലുണ്ടായിപ്പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ തോറ്റുപോയ മക്കളാണ്. ആ നിറസ്നേഹം മനസ്സിനകത്ത് നിറച്ചു വെച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കരുതലുമായിട്ട് ഉറക്കമൊഴിച്ച് കഴിച്ചു കൂട്ടുന്ന വാപ്പയില്ലേ, ആ വാപ്പയെ തിരിച്ചറിയുന്നിടത്ത് നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കും വാപ്പ അധികം ചിരിക്കാത്തത് വീട്ടിൽ? ഞാൻ അധികം ചിരിച്ചാൽ എൻ്റെ മക്കള് കരയേണ്ടി വരുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ ഒരു നാൾ വന്നാൽ അമിതമായി ചിരിച്ചു കളിച്ച് ഉള്ളൊരന്തരീക്ഷം ഈ വീട്ടിലുണ്ടായാൽ എൻ്റെ മക്കൾക്ക് സങ്കടപ്പെടേണ്ടി വരുമ്പോൾ അവർക്കതിനെ അതിജീവിക്കാൻ കഴിയാതെ വന്നാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും വാപ്പ അധികം ചിരിക്കാത്തത്, ഉമ്മയോട് പോലും അധികം അങ്ങനെ പ്രകടിപ്പിക്കാത്തത്, അല്ലേ? നാളെ സ്വർഗത്തിലെത്തുമ്പോണ്ടല്ലോ ഈ വാപ്പമാര് ഒരുമിച്ച് കൂടിയിട്ട് പറയുന്നൊരു വർത്താനമുണ്ട്, ഇന്നാ കുന്ന
ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഭയചകിതരായിരുന്നു. വല്ലാതെ പേടിച്ചാണ് കഴിച്ചു കൂട്ടിയത്. കഠിനാധ്വാനം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ മക്കൾ എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടിയത് എന്നതിനെക്കുറിച്ചുള്ള ആധിയായിരിക്കും ആ വാപ്പയുടെ മനസ്സിൽ. അതുകൊണ്ടല്ലേ വഖാന അദാബസ്സമൂം, അല്ലാഹു തആല ആ കൊടും നാശത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയത്. ഫമന്നല്ലാഹു അലൈന, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കരുണ കാണിച്ച് അവൻ ഒരുപാട് ഔദാര്യം ചെയ്തത് അതുകൊണ്ടല്ലേ എന്ന് സ്വർഗത്തിൽ വെച്ച് ഈ വാപ്പമാര് അന്യോന്യം പറയുമത്രേ. ആ ഒരു ഗൗരവപ്രകൃതം മാത്രമാണ് വാപ്പയുടെ മുഖത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മക്കൾ നന്നായിട്ട് അറിയണം. പലപ്പോഴും വീടകങ്ങളിൽ വാപ്പയും മക്കളും തമ്മിൽ അത്രയൊന്നും ആശയവിനിമയം നടക്കാറില്ല. ഫീസ് വേണമെങ്കിൽ, ടൂറ് പോകാൻ കാശ് വേണമെങ്കിൽ ഉമ്മയുടെ അടുത്താണ് മക്കൾ പറയാം. അങ്ങനല്ലേ? അങ്ങനെയാണ്. എന്നിട്ട് ഉമ്മ ശുപാർശ ചെയ്താലാണ് വാപ്പ കനിഞ്ഞരുളുക. എന്തായിരിക്കും അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നുപോയത്? ഈ ഒരവസ്ഥ കാരണമായിരിക്കുമോ? തീർച്ചയായിട്ടും വാപ്പയെ അറിയുന്നിടത്ത്, വാപ്പ മക്കളിലേക്ക് ഇറങ്ങി വരുന്നിടത്ത് എന്തൊക്കെയോ ചില ധാരണ പിശകുകൾ സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഒരുപക്ഷെ നമ്മുടെ വാപ്പമാര് ഇന്ന് ഈ പള്ളിയിൽ ഇല്ലായിരിക്കാം, അള്ളാഹുവിലേക്ക് യാത്രയായവരുണ്ട്. അതുപോലെ ജോലി സ്ഥലങ്ങളിൽ എവിടെയൊക്കെയോ ജുമുഅയിൽ പങ്കെടുക്കുന്ന വാപ്പമാരുണ്ടാകും. ഗൾഫിലുള്ള വാപ്പമാരുണ്ട്, അവരുടെ മക്കൾ ഇപ്പോൾ ഈ പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നുണ്ടാവും. നിങ്ങൾ ആലോചിക്കാറുണ്ടോ വാപ്പയെ പറ്റിയിട്ട്? ആ വാപ്പ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ വാപ്പ എങ്ങനെയാണ് സാക്ഷാത്കരിച്ചു തരുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് മക്കള്? നന്നായിട്ട് ആലോചിക്കേണ്ടതാണ്. എല്ലാ വാപ്പമാരും ഗൾഫ് നാടുകളിൽ അത്ര സുഖത്തിലൊന്നുമല്ല. ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് അവർ കഴിയുന്നത്. കാലത്ത് ഒരു കുബൂസ് അത് കടിച്ച് തിന്ന്, അത് സാൻഡ്വിച്ചായി കഴിച്ചിട്ട് ജോലി സ്ഥലങ്ങളിലേക്ക് കുതിച്ചു പോകുന്നവരാണവർ. ഒരുപാട് കട്ടിലുകളിങ്ങനെ അട്ടിയിട്ട് ബർത്തുകളിൽ കിടക്കുന്നവരാണവർ. ബാത്റൂമിലൊന്ന് കുളിക്കാൻ പ്രാഥമിക ആവശ്യത്തിന് ക്യൂ നിൽക്കുന്നവരാണവർ. അങ്ങനെ വേണമെങ്കിൽ ബിരിയാണി ആകാം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹങ്ങളെ ഒരു കട്ടൻ ചായയിലേക്ക് ഒതുക്കിക്കൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടുകൊണ്ടിരിക്കുന്നവരാ അവര്. അവർക്ക് വേണ്ടിയിട്ട് മക്കളാകുന്ന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഓർക്കാറുണ്ടോ? പാപ്പാക്ക് സുഖമില്ലേ എന്നൊരു വാക്ക് വാപ്പയോട് പല ആവശ്യങ്ങളും ഉന്നയിക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വാപ്പ എന്നൊരു സമാധാനത്തിൻ്റെ വാക്ക് മക്കളാകുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവാറുണ്ടോ? അതുണ്ടെങ്കിൽ ആ മരുഭൂമിയിലെ കൊടും ചൂടിലും തണുപ്പിലും അവർക്കത് ഒരു ആശ്വാസത്തിൻ്റെ പുതപ്പായിട്ട് മാറില്ലേ? തണലായിട്ട് മാറില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതിനാൽ വാപ്പയെ നെഞ്ചോട് ചേർക്കുക എന്നത് മക്കളായ നമ്മുടെ ബാധ്യതയാണ്. കൈവിട്ടു പോയവർക്കിനി പ്രാർത്ഥിക്കാനേ സാധിക്കുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് യാചിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എവിടെയൊക്കെയോ നമുക്ക് നമ്മുടെ വാപ്പയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവും. വാപ്പ ഒന്നാമതായിട്ട് പരിഗണനകളിൽ, മുൻഗണനകളിൽ കടന്നു വരാറുണ്ടാവും. കൂടുതൽ മാർക്ക് വാങ്ങിച്ച് സ്കൂളിൽ നിന്ന് ഓടി വീട്ടിലേക്ക് എത്തുമ്പോൾ ഉമ്മയ്ക്കാണോ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാപ്പയ്ക്കാണോ? അതോ രണ്ടുപേർക്കുമാണോ കാണിച്ചു കൊടുക്കുക? പരീക്ഷയിൽ വിജയം വരിക്കുമ്പോൾ, ജോലി ലഭിക്കുമ്പോൾ, പുറത്തേക്ക് യാത്ര പോകുമ്പോൾ ഉമ്മയെ കെട്ടിപ്പിടിക്കുമോ വാപ്പയെ കെട്ടിപ്പിടിക്കുമോ? രണ്ടുപേരെയും ചേർത്ത് പിടിക്കോ? അതോ ഉമ്മയോട് സന്തോഷം പങ്കിടുമ്പോൾ എല്ലാം മാറി നിന്ന് മൗനിയായി നോക്കി നിൽക്കുന്ന വാപ്പയാണോ നമ്മുടെ വീട്ടിലുള്ളത്?
കണ്ണ് നിറഞ്ഞുകൊണ്ട് എല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് ആ സന്തോഷം പോലും പുറത്ത് പ്രകടിപ്പിക്കാത്ത വിധത്തിൽ വികാരവിക്ഷുബ്ധനായി നിൽക്കുന്നൊരു വാപ്പയാണോ നമ്മുടെ കൂടെ ഉള്ളത് എന്നാലോചിച്ച് നോക്കൂ. പരിഗണന വളരെ പ്രധാനമാണ്. ഉമ്മയോടുള്ളതുപോലെ വാപ്പയോടും അത് പ്രകടമാകേണ്ടതാണ് എന്ന് പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ് നമ്മൾ. വാപ്പയെക്കുറിച്ച് സ്വയം വാപ്പയാകുമ്പോഴാണ് മക്കൾ കൂടുതലായിട്ട് തിരിച്ചറിയുന്നത് എന്ന് പറയാം. ആരും പഠിച്ചറിയാത്ത ഒരു പാഠപുസ്തകമായിട്ട് വാപ്പ പലപ്പോഴും മാറി നിൽക്കുന്നത് കാണാൻ പറ്റും, അല്ലേ? ചിരിക്കാതെ ചിരിക്കുന്ന വാപ്പ അങ്ങനെയാണ്. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറെ കൂടി പരസ്പരം മിങ്കിളാകുന്ന, ഇടപഴകുന്ന സാഹചര്യത്തിലേക്ക് തീർച്ചയായും നമ്മുടെ കുടുംബാന്തരീക്ഷം മാറേണ്ടിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അതിൽ സവിശേഷമായിട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വാപ്പയാണ് യാക്കൂബ് അലൈഹിസ്സലാം. 2 സന്ദർഭങ്ങളിലായിട്ട് തൻ്റെ 2 ഓമന മക്കളെ കൈവിട്ടു പോകുന്ന വാപ്പയാണല്ലോ യാക്കൂബ് അലൈഹിസ്സലാം. 12 മക്കളുണ്ടായിരുന്നു. തൻ്റെ മക്കളുടെ തന്നെ കുതന്ത്രത്താൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വാപ്പ കൂടിയാണ്. 2 മക്കളെയും കൈവിട്ടു പോയപ്പോൾ അവർ വന്നിട്ട് ചില കള്ളങ്ങളും തന്ത്രങ്ങളും പറഞ്ഞ് വാപ്പയെ പറ്റിക്കാൻ നോക്കിയപ്പോൾ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ തിരിച്ചറിയുന്നുണ്ട് എന്താണ് ഇവരുടെ മനസ്സകം മന്ത്രിക്കുന്നത് എന്ന്. എന്നിട്ട് ആ വാപ്പ പറയുന്നുണ്ട്, ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറ. ശരിയാണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയതെന്തോ അത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് മക്കളെക്കുറിച്ച് വാപ്പ പറയുന്നുണ്ട്. അഥവാ യൂസുഫ് അലൈഹിസ്ലാമിനെ കിണറ്റിലിട്ടിട്ട് ചെന്നായ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞതും, അതേപോലെ 2ാമത്തെ മകൻ മറ്റൊരു മകനായ ബെന്യാമീനിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് വന്നു പറഞ്ഞതും ഒന്നും വാപ്പയ്ക്കത്ര ബോധ്യമായിട്ടില്ല. അപ്പോൾ പറയുന്നൊരു വാചകം ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായിട്ട് ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളെൻ്റെ മക്കളാണ്, എനിക്ക് നിങ്ങളെ തള്ളിപ്പറയാൻ സാധ്യമല്ല, പക്ഷെ ഞാൻ ക്ഷമയുടെ മൂടുപടം എടുത്തണിയുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പറയുന്നു, അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅ. ഇവരെയൊക്കെ അള്ളാഹു താല ഉദ്ദേശിച്ചെങ്കിൽ തീർച്ചയായും അവൻ എനിക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് ആ വാപ്പ എന്താ ചെയ്തെന്നറിയോ? പെട്ടെന്ന് വാപ്പ വതവല്ല അൻഹും, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നൊരു വാചകം ഖുർആനിൽ കാണാം. എങ്ങോട്ടാ വാപ്പ പോയത്? വാപ്പ ഒരുപക്ഷെ ബെഡ്റൂമിലേക്ക് പോയിരിക്കും, തലയണയിൽ മുഖം പോഴ്ത്തി കരയാൻ പോയതായിരിക്കും. പ്രവാചകനാണെങ്കിലും ഒരു ഉപ്പയാണല്ലോ, സങ്കടമകത്തുണ്ടാകും. മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് സ്വയം ഒരുകിക്കൊണ്ടേയിരിക്കുകയാണ് വാപ്പ. വതവല്ല അൻഹും, അവരിൽ നിന്ന് ആ വാപ്പ മാറി നിന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്നു. എന്നിട്ട് സങ്കടം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ സങ്കടത്തെ കരച്ചിലായിട്ട്, തൻ്റെ വിലാപമായിട്ട് യാക്കൂബ് അലൈഹിസ്സലാമിലൂടെ പുറത്തു വരുന്നുണ്ട്. യാ അസഫ അല യൂസുഫ്, യാ അസഫ, എൻ്റെ ദുഃഖമേ, യൂസുഫിന് വേണ്ടിയുള്ള എൻ്റെ സങ്കടമേ. വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ, ദുഃഖപാരവശ്യത്താൽ ആ കണ്ണുകൾ വെളുത്തുപോയി എന്ന് ഖുർആനിലൊരു പ്രയോഗമുണ്ട്. ആ കണ്ണിൽ വെള്ളെഴുത്തു വീണു, അല്ലെങ്കിൽ തിമിരം ബാധിച്ചു പോയി എന്നാണ്. നഷ്ടപ്പെട്ടു പോയ മക്കളെക്കുറിച്ച് ഓർത്തോർത്ത് ഉരുകി അന്ധത ബാധിച്ചു പോയ ആ വാപ്പയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ വാപ്പമാരിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയുക. മക്കളാൽ സങ്കടം പേറുന്ന വാപ്പമാര്, അല്ലേ? ഇന്നത്തെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തമാണ്.
ഖുർആൻ പറയുന്നുണ്ട്, മക്കൾ ഫിത്നയാകും, നിങ്ങൾക്ക് പരീക്ഷണമാകും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ശത്രുക്കളായി മാറിയേക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിപ്പോകുമോ എന്നോർത്ത് അച്ഛനുറങ്ങാത്ത വീടുകളായിട്ട് നമ്മുടെ വീടുകൾ മാറിപ്പോകുന്നുണ്ടോ? ചില വാപ്പമാര് കോടതി വരാന്തയിൽ പെറ്റുപോറ്റിയ ഉമ്മയും വളർത്തിയ വാപ്പയും ഇങ്ങനെ വരാന്തയിൽ നിൽക്കുമ്പോൾ മക്കൾ വേറൊരുത്തൻ്റെ കൂടെ കൈപിടിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ? യാ അസഫ, എൻ്റെ ദുഃഖമേ, എൻ്റെ സങ്കടമേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന വാപ്പമാരെയും ഉമ്മമാരെയും നമ്മൾ കോടതി വരാന്തയിൽ പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. തനിച്ചായി പോകുന്ന വാപ്പമാരെ കാണാം. ഒരുപാട് മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ആരുമില്ലാതെയായി പോകുന്ന, ഒരുപക്ഷെ വൃദ്ധസദനങ്ങളിൽ ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ആധി പൂണ്ട് കഴിച്ചു കൂട്ടുന്ന വാപ്പമാരെ നമ്മളിന്ന് കുടുംബങ്ങളിൽ കാണുന്നില്ലേ? എന്തായിരിക്കും അത്തരം സാഹചര്യങ്ങൾ വന്നുപെടുന്നത്? നമ്മൾ നമ്മുടെ രക്തബന്ധങ്ങളെ, നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ടു വന്നത്, ആ ഉത്ഭവ കേന്ദ്രങ്ങളെക്കുറിച്ച് മറന്നു പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. അതിനാൽ നമ്മുടെ സ്വർഗം മാതാപിതാക്കളിലാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ എന്തായിരിക്കും മറുപടി പറയാം? അവരെ ശുശ്രൂഷിക്കണം, കൂടെ നിൽക്കണം, അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, കൃത്യമായി ഡോക്ടറെ കാണിക്കണം, അങ്ങനെയൊക്കെയല്ലേ പറയാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയോ? ഹുമ ജന്നത്തുക വനാറുക, അവരാണ് നിന്റെ സ്വർഗം, അവരാണ് നിന്റെ നരകം എന്നാണ്. അതിനപ്പുറം ഒരു മറുപടി പറയാനില്ലല്ലോ. അതിനാൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഉമ്മയോട് വാപ്പയോട് യഥാർത്ഥത്തിൽ നീതി പുലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച്. നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചേർന്നു നിൽക്കുക എന്നത് മാത്രമാണ് മക്കളാകുന്ന നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹുവേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ നാഥ. അവരുടെ പൊരുത്തം നേടുന്ന നല്ല മക്കളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അവരോടൊപ്പം നാളെ നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകണേ നാഥ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്ത ബാധ്യതകൾ പൂർത്തീകരിക്കുന്നവരായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരിയാണ്, തൻ്റെ ഭരണീയരെക്കുറിച്ച് ഓരോ ആളും ഉത്തരവാദപ്പെട്ടവനുമാണ്. വാപ്പ വലിയൊരു ഉത്തരവാദിത്തമാണ്, ഉമ്മയും അങ്ങനെയാണ്, ഇണതുണകൾ അങ്ങനെയാണ്, മക്കളും അങ്ങനെയാണ്. അതിനാൽ അവരവരുടെ ബാധ്യതകൾ യഥാവിധി നിർവഹിക്കുമ്പോൾ ഈ ലോകത്ത് സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാവും. അത് മുഖേന നാളെ പരലോകത്ത് ശാശ്വത സ്വർഗം എന്ന സൗഭാഗ്യവും ലഭിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ആര് ആരോട് എന്ത് ചെയ്യണം എന്നുള്ളതല്ല, എൻ്റെ സ്വർഗം ഉറപ്പുവരുത്താൻ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതാണ്
ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള നല്ല വാപ്പമാരായി, നല്ല ഉമ്മമാരായി, നല്ല മക്കളായി, ഇണത്തുണകളായി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പണ്ഡിതന്മാർ നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരുപാട് ആലോചിക്കാനുണ്ട്. പണ്ഡിതന്മാരുടെ മരണം അറിവിൻ്റെ മരണമാണ് എന്നാണല്ലോ ഉസ്താദ് ഹൈദരലി ശാന്തപുരം, അതേപോലെ നമ്മുടെ നാട്ടുകാരനായ എടച്ചേരി കുഞ്ഞബ്ദുള്ള മൗലവി അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. അള്ളാഹുവെ അവരെ അനുഗ്രഹിക്കണേ നാഥ. നമ്മുടെ നാട്ടിൽ തികച്ചും ഒരു സാധാരണക്കാരൻ്റെ രൂപത്തിൽ ജീവിച്ച, എന്നാൽ അഗാധമായ പാണ്ഡിത്യ ഗരിമയുള്ള വ്യക്തിത്വമായിരുന്നു എടച്ചേരി. നമ്മുടെ നാട്ടിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളിലും അതുപോലെ ദീനി വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നതിലൊക്കെ ഏറെ മുമ്പിൽ നിന്ന് ദീർഘകാലം കുറ്റ്യാടിക്കടുത്ത പ്രദേശത്തെ ഖാദിയായിരുന്ന തലമുറകളുടെ ഗുരുനാഥനാണ്. അല്ലാഹുവേ, ആ മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക്, ഉസ്താദുമാർക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മക്കൾ അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. ഒരാൾ ചിയ്യൂരിലാണ്, മറ്റൊരാൾ വിലാതപുരത്താണ്. വാപ്പമാർ ജീവിച്ചിരിക്കുമ്പോൾ, ഉമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ യാത്രയാവുക എന്നത് കരൾ പറിച്ചു കൊടുക്കുന്നതിന് സമാനമാണല്ലോ. അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് സബ്ർ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അങ്ങനെ നിന്നിലേക്ക് തിരിച്ചെത്തിയ ഞങ്ങളുടെ ആ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ സന്തോഷപൂർവ്വം അഭിമുഖീകരിക്കുവാനുള്ള കരുത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഫലസ്തീനും ഗസയും പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയിലെ ഭരണമാറ്റവും അതിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, സകല കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ആ കൊച്ചു സംഘത്തിൻ്റെ മഹത്തരമായ ലക്ഷ്യങ്ങളെ നീ സാക്ഷാത്കരിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار